ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രോമോയിലേക്ക് സ്വാഗതം. പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് വിക്രമും വേദയും തമ്മിൽ നല്ല അടിപൊളി യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വിക്രം വേദയോടായിട്ട് പറയുന്നുണ്ട്, നീയും ഞാനും ഇപ്പോഴല്ല 1000 ജന്മം ഒന്നിച്ച് ഒരു റൂമിൽ കിടന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്ക് നിന്നോട് സ്നേഹവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വേദ വിക്രമിനെ കളിയാക്കുന്ന പോലെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇനി ഇങ്ങനെ ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ, അല്ലെങ്കിലും അതെനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു. നിങ്ങൾ എന്താ വിചാരിച്ച് നിങ്ങൾ രമ്യയുടെ കേസിൽ ഉള്ളിലായപ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ വിശ്വസിച്ചു എന്നാ? അതായത് നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് ഒരു പെൺകുട്ടിയായിട്ട് അടുത്തൊരുമിച്ചിരുന്നാലൊന്നും നിങ്ങൾക്ക് ആ ഒരു ചിന്ത തോന്നില്ല, കാരണം നിങ്ങൾക്ക് അതിനുള്ള വിവരമൊന്നുമില്ല, നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ വിക്രമിനെ കളിയാക്കാറുണ്ട്. അപ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നത് കേട്ടിട്ട് അപ്പോൾ വിക്രം പറയാണ്, നിന്നോട് ആരാടി അങ്ങനെയൊക്കെ പറഞ്ഞത്? നീ എന്താണ് എൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോദ്യം ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദ. അപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ പ്രകോപിപ്പിക്കാൻ നോക്കുകയാണല്ലേ, നീ ഒന്ന് പോകുന്നുണ്ടോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് വിക്രം വളരെ ദേഷ്യപ്പെട്ടിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് ചെറുതായിട്ടൊക്കെ നമ്മുടെ വിക്രമിന് വേദയുടെ ചെറിയ അയവൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ കട്ടിലിൽ വേദയെ കിടക്കാനായിട്ട് വിക്രം പറയുന്നുണ്ട്. അങ്ങനെ വേദ കിടന്നുറങ്ങുന്ന ടൈമിൽ നമ്മുടെ വിക്രമ വേദ ഉറക്കം, അതായത് വേദ ഉറങ്ങുകയാണല്ലോ, അവൾ ഉറങ്ങിയോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് തൻ്റെ വേദയുടെ അടുത്തേക്ക് വന്നിട്ട് മുഖം ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ വേദ പെട്ടെന്ന് ഉറക്കത്തിൽ നെട്ടി ഉണരുമ്പോൾ കാണുന്ന കാഴ്ച വിക്രം തൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് നിൽക്കുകയാണ് കേട്ടോ. അവൾ നെട്ടിയിട്ട് നിലവിളിക്കുന്നുണ്ട്. എന്നിട്ട് താൻ എന്താണോ ചെയ്യാൻ വന്നത് ചോദിച്ചിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് പോവാണ്. ഞാനെന്ത് ചെയ്യാൻ വന്നൊന്നുമല്ല, ഞാൻ നീ ഉറങ്ങിയോ നോക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള വിക്രമം വേദം തമ്മിലുള്ള കാഴ്ചകളെല്ലാം തന്നെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛൻ, അതായത് ശങ്കരനാരായണന് വീണ്ടും ഒരു അറ്റാക്ക് പോലെ വയ്യാതാവുകയാണ് കേട്ടോ. അദ്ദേഹം അബോധാവസ്ഥയിൽ കിടക്കുന്നുണ്ട്. ശേഷം വീട്ടിലെല്ലാവരും ചേർന്നിട്ട് വളരെയധികം ടെൻഷനായിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേദയെ വിവരം അറിയിക്കാനായിട്ട് ശ്രീകാന്ത് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ വേദ അത് വിശ്വസിക്കുന്നില്ല. കാരണം വിക്രമിനെയും വേദയും പിരിക്കാൻ വേണ്ടിയിട്ട് പല ഗൂഢാലോചനകളും ഇപ്പോൾ ശ്രീകാന്തും അതോടൊപ്പം തന്നെ വർഷയുടെ അച്ഛനും തമ്മിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം അച്ഛൻ, അതായത് മുത്തശ്ശി നേരത്തെ തന്നെ വേദയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും ശ്രീകാന്തിൻ്റെ എന്തെങ്കിലും കള്ളക്കളിയായിരിക്കും എന്ന് നമ്മുടെ വേദയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേദ അത് വിശ്വസിക്കാതെ കുഴപ്പമില്ല എന്ന മട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ പോകാതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരുപാട് ഫോൺ വിളിക്കുന്നുണ്ട് നമ്മുടെ ശ്രീകാന്ത്, നീ ഒന്ന് വന്ന് കണ്ടിട്ട് പോകും, അച്ഛനെ വളരെയധികം സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കമലാമ്മ വന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, നീ ഏതായാലും ഒന്ന് പോയി നോക്ക്, ഏതായാലും അത് കുട്ടികളെയൊന്നും ആയിരിക്കില്ല ഇത്ര തവണ ഫോൺ വിളിക്കുമ്പോഴെന്ന് പറയുന്നുണ്ട്. ശേഷം ഇതിനെ തുറന്നിട്ട് നമ്മുടെ വേദ അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവളുടെ മനസ്സിൽ ഇതൊരു കള്ളക്കളി നാടകം തന്നെയായിട്ടാണ് അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ പോയിരുന്ന അവൾ അവിടെ വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും ശങ്കരനാരായണനെ, നിങ്ങൾ അഭിനയിക്കുകയാണ്, എന്നെയും വിക്രമിനെയും വേർപിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാടകം നടിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായി രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശങ്കരനാരായണ വളരെ സങ്കടം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീകാന്തും ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാത്ത രീതിയിൽ വളരെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശേഷം വിക്രമിനാണെങ്കിൽ ചെറിയ ഡൗട്ടുണ്ട്. വിക്രം അവിടെ വെച്ച റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇല്ല, ശരിക്കും ഇവർ വയ്യാതെ തന്നെയാണ് അഡ്മിറ്റ് ആയിരിക്കണമെന്ന് വിക്രം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വിക്രം പറയുന്നതൊന്നും തന്നെ വേറെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് വീടെത്തുന്ന ശേഷമാണ് മുത്തശ്ശി, നീ എന്ത് പണിയാണ് കാട്ടിയത്, അച്ഛനോട് നീ മോശമായി സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. മുത്തശ്ശി വിളിച്ച ശേഷമാണ് അതൊരു ശരിക്കും വയ്യാതെ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്, അച്ഛൻ അബോധാവസ്ഥയിലായിരുന്നു, വളരെയധികം സീരിയസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരാളോട് നീ എനിക്ക് സംസാരിച്ചതെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ വേദയ്ക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാവുന്നത് കേട്ടോ. അവൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. ശേഷം വീണ്ടും ഞാൻ അച്ഛനെ നേരിട്ട് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. ശേഷം ഈ ഒരു ടൈമിലാവട്ടെ നമ്മുടെ ശങ്കരനാരായണൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വേദയുടെ ഓരോ വാക്കുകളും തൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ മുറിവ് കാരണം വേദയോട് വളരെയധികം ദേഷ്യം ഉണ്ടാവുകയാണ് ശങ്കരനാരായണൻ. അതിനെ തുടർന്ന്
വീട്ടിൽ ചുമരിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ശങ്കരൻ നാരായണും വേദിയും ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ടൈമിൽ നമ്മുടെ വേദ അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ. വേദ വന്നിട്ട് അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഞങ്ങൾ രണ്ടാളെയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ അറിയാതെ തെറ്റായി തിരിച്ചു പോയതാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദ സോറിയൊക്കെ ചോദിക്കത്തിട്ട് കേട്ടോ. പക്ഷേ ശങ്കരൻ നാരായണ മനസ്സാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല. അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് ഇനി നീ ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, നീ എൻ്റെ മകളുമല്ല എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലെല്ലാം സംസാരിക്കുകയാണ്. ശ്രീകാന്ത് ആട്ടെ ഈ ടൈമിൽ കൂടെ നിന്നിട്ട് വേദയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഇന്ന് കിട്ടിയ വിക്രമിന് വേണ്ടിയിട്ട് ഇത്രയും കാലം വളർത്തിയ അച്ഛനെയാണ് നീ വേണ്ട വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തും വേദയും നല്ലോണം വഴക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേദ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം പ്രൊമോയിൽ ഇനി എന്തൊക്കെ വരാൻ പോകുന്നു വരുന്ന എപ്പിസോഡുകളിൽ നിന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്.